ഹലോ ഫ്രണ്ട്സ്, ആവറേജ് ഹൗസ് ഹോൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായ ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇതിൽ ഡെക്കറേഷൻസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദ്യമായി ഉണ്ടാക്കുന്നവർക്കും ഈസിയായി ഇതുണ്ടാക്കാം. ഓവനും ബീറ്ററും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതിലെ ഇൻഗ്രീഡിയൻസ്: മൈദ, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, 4 മുട്ട, പാലും സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് വീതം, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ് 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഫുഡ് കളറും വിപ്പിംഗ് ക്രീമും ആവശ്യത്തിന്. കേക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ മെഷറിംഗ് കപ്പിൻ്റെയും സ്പൂണിൻ്റെയും ഇതുപോലെയുള്ള ഓരോ സെറ്റ് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ കൃത്യമായ അളവെടുത്ത് നല്ല പെർഫെക്റ്റ് കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഈ 2 സെറ്റിനും കൂടി 200 രൂപയിൽ താഴെയേ വില വരുന്നുള്ളൂ. സൂപ്പർ മാർക്കറ്റിലും സ്റ്റേഷനറി കടകളിലും ഒക്കെ ഇത് കിട്ടും. അല്ലെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ച ശേഷം 1 കപ്പ് മൈദ ചേർക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവയും ചേർക്കാം. ഇത് 3ഉം 50 ഗ്രാമിൻ്റെ പാക്കറ്റായി നമുക്ക് ബേക്കറികളിൽ കിട്ടും. അതിന് 90 രൂപയിൽ താഴെയാണ് 3നും കൂടി വില. ഇനി ഇതുപോലെ ഇത് 3-4 പ്രാവശ്യം നന്നായി അരിച്ചെടുക്കണം. ഇനി നമുക്ക് മീഡിയം സൈസ് വലിപ്പമുള്ള 4 മുട്ട മിക്സിയിൽ ഒന്ന് നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നന്നായി പൊടിച്ച 1 കപ്പ് പഞ്ചസാര 3 തവണയായി ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് പാല് എന്നിവയും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം നേരത്തെ നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യാം. ഇനി ഫുഡ് കളർ ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ കളറാണ് ചേർത്തത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി കളർ ആഡ് ചെയ്യാവുന്നതാണ്. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്താൽ മാത്രമേ കളർ ശരിയായി വരുള്ളൂ. ഇനി കുക്കർ എടുത്ത് ഇതുപോലെ നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 ലിറ്ററിൻ്റെ കുക്കറാണ്. ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു ബട്ടർ പേപ്പർ അടിയിലായി വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറിലും നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായി ഒന്ന് പതുക്കെ തട്ടി കൊടുക്കുക. ഇനി ഒരു പാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നന്നായി ചൂടാക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ അതിലേക്ക് കയറ്റി വയ്ക്കാം. വെയിറ്റ് ഊരിയ ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 40 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ബേക്കായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. നന്നായി ചൂടാറിയ ശേഷം കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഭാഗം 3 ലെയറായി മുറിക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം 1 കിലോഗ്രാം പാക്കായി ബേക്കറികളിൽ കിട്ടും. അത് ഫ്രീസ് ആയിരിക്കുകയാണെങ്കിൽ പുറത്ത് വെച്ച് ഒന്ന് ലൂസ് ആയതിനു ശേഷം മാത്രം മിക്സിയിൽ വെച്ച് ഇതുപോലെ അടിച്ചെടുക്കും. നമ്മുടെ ക്രീം ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ആ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് അത് അലിയുന്നത് വരെ ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്താണ് ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി കേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
കേക്കിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസുകളാണ്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റിയും ഈസിയുമായ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്.